പ്രിയപ്പെട്ടവരെ, ഏവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ക്ഷേമ പെൻഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്തയാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കൂടി പങ്കുവെക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക, വീഡിയോ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നതിന് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ തന്നെ നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. ക്രിസ്മസും പുതുവത്സര ആഘോഷവും അനുബന്ധിച്ച് ഡിസംബറിൽ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ നേരത്തെ തന്നെ വിതരണം ചെയ്യാൻ സർക്കാർ തീരുമാനമെടുത്തു. 63 ലക്ഷത്തിലധികം പേർക്ക് കഴിഞ്ഞ മാസം മുതൽ വർദ്ധിപ്പിച്ച 2000 രൂപയാണ് ലഭിക്കുക. ഇതിനായി 1055 കോടി രൂപ ധനവകുപ്പ് ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട്. 26.62 ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടിൽ തുക എത്തും. മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തിക്കും. 8.46 ലക്ഷം പേർക്കുള്ള കേന്ദ്ര വിഹിതവും സംസ്ഥാനം മുൻകൂറായിട്ട് അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചില ആളുകൾക്ക് 200ഉം 500ഉം വീതം കുറച്ച് ലഭിക്കുന്നത് ഈ തവണ കൃത്യമായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഒക്ടോബർ 29 ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് നവംബർ മുതൽ ക്ഷേമ പെൻഷൻ 2000 രൂപയാക്കി വർദ്ധിപ്പിച്ചത്. നവംബർ മാസം മുതൽ കൂട്ടിയ 2000ഉം നേരത്തെ ഉണ്ടായിരുന്ന കുടിശ്ശികയും ഉൾപ്പെടെ 3600 രൂപ നവംബറിൽ നൽകിയിരുന്നു. 2024 മാർച്ച് മുതൽ പെൻഷൻ അതത് മാസം തന്നെ കൈകളിലെത്തുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കൃത്യമായിട്ട് തുക വിതരണം ചെയ്യുന്നത്. ഈ മാസത്തെ പെൻഷൻ, ഡിസംബറിലെ പെൻഷൻ ഈ മാസം 15 മുതൽ വിതരണം ചെയ്യുമെന്നാണ് കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ക്ഷേമ പെൻഷൻ 2500 ആക്കുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളുമെന്നും ധനകാര്യ വകുപ്പ് മന്ത്രി അറിയിച്ചിട്ടുണ്ട്.